ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. പലർക്കുള്ളൊരു ഡൗട്ടാണ്, സെല്ല് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന്. ഞാൻ മുമ്പുള്ള വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ സെല്ല് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ടാർഗറ്റ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യക്തമായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 80,000 USD എത്തുന്ന ടൈം തൊട്ട് നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് ഏതൊക്കെയാണോ അതെല്ലാം തന്നെ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. അതനുസരിച്ച് 15-20% ക്വാണ്ടിറ്റി ഓരോ പ്രോജക്റ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് സ്റ്റാർട്ട് ചെയ്യാമെന്ന് മുമ്പുള്ള വീഡിയോ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇന്ന് ഗോൾഡിൻ്റെ മാർക്കറ്റ് നൈറ്റ് ടൈം ഇന്ത്യൻ ടൈം ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഓപ്പൺ ആവുന്നതായിരിക്കും. എന്നാൽ നാളെ ഒരു 3 മണി, അതായത് മൺഡേ 3 മണിക്ക് ശേഷം വരുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം വളരെ വളരെ ഡേഞ്ചർ ആയിരിക്കും. ഗോൾഡിൻ്റെ പ്രൈസ് എങ്ങാനും പെട്ടെന്ന് ക്രാഷിലോ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഗോൾഡിൻ്റെ പ്രൈസ് ഏറ്റവും ഹൈ പോയിട്ട് ഡൗൺ എന്ന രീതിയിലോട്ടാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി ഡൗൺ എന്ന രീതിയിൽ വീണ്ടും നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗണിലോട്ട് പോകാനുള്ള ട്രെൻഡ് കൂടുതലാണ്. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഡൗണിലോട്ട് വീഴും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 80,000 USD എത്തിയ ടൈം, 80,000 USD നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്തിയ ടൈം, അതേ ഒരു സാഹചര്യം തന്നെയാണ് ഗോൾഡ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എന്ന രീതിയിൽ നിന്നതുകൊണ്ടാണ് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് 100% മുകളിൽ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സെല്ല് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ഒരു 15-20% നിങ്ങളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം നമ്മുടെ സി ടി ഒക്കെ കണ്ടോ, സി ടി ഒക്കെ 0.025 വോട്ട് ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 0.10 പോയി. അത് നിങ്ങളുടെ കയ്യിലുള്ള ലോങ് ടൈമിന് വേണ്ടിയിട്ടുള്ളത് ഒരു 20-15% നിങ്ങൾ പലരും സെല്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്കിലും നമ്മുടെ ലോങ് ആയിട്ടുള്ള സെൽ ടാർഗറ്റ് ഏതാണോ അതുവരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളിങ്ങനെ ഓരോ സ്റ്റെപ്പും നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഹിറ്റാവുന്നതനുസരിച്ച് സെല്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിങ്ങൾ സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പലരും 15-25% അല്ലെങ്കിൽ 20% ക്വാണ്ടിറ്റി സെല്ല് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് വീണ്ടും റിവേഴ്സ്, ഇവിടെ നിന്ന് സൈഡ് വേസ് ആണ് നിൽക്കുന്നു, അല്ലെങ്കിൽ റിവേഴ്സ് പോയി പുതിയൊരു ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 90,000 നിന്നും വീണ്ടും 95,000 1,00,000 USD റേഞ്ചിലോട്ട് പോകുന്നതായിരിക്കും. ആ ഒരു ടൈം എന്ന് പറയുന്നത് വീണ്ടും ആൾട്ട് കോയിൻസ് ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ആ ഒരു ടൈം നിങ്ങൾ വീണ്ടും സെല്ല് ചെയ്യുക. ഓക്കെ, 1,00,000 USD നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ 95,000 USD ഇടയിൽ വരുന്ന ടൈം എന്ന് പറയുന്നത് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ഹൈ ആകുന്നതനുസരിച്ച് വീണ്ടും നിങ്ങൾക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് മാക്സിമം മുതലാക്കുക. ഓക്കെ, നമ്മുടെ സൊളാന നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 10 USD താഴെ വരെ ഞാൻ പറഞ്ഞതാണ് ലോങ് ടൈമിന് വേണ്ടി. കണ്ടോ, ഇപ്പോൾ ഏകദേശം 237 ഒരു 200-220 ആയപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കയ്യിൽ 10 സൊളാനയൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 3 സൊളാനയൊക്കെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി 7 വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു ലോങ് ടൈം സെൽ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ സൊളാന 237 നിന്നും 500 USD റേഞ്ചിലോട്ടാണ് പോകുന്നതെന്ന് കരുതുക. എങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു 2 സൊളാന പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഈ ഒരു സെൽ സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. XRP നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 0.40 USD റേഞ്ചിൽ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, ഏകദേശം 1.26 USD റേഞ്ച് വരെ ഇന്നലെ പമ്പ് എന്ന രീതിയിലോട്ട് നമ്മുടെ XRP പോയിട്ടുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് പലരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. 1000 USD അല്ലെങ്കിൽ 100 USDക്കാണ് നമ്മുടെ XRP ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പ്രൈസിൽ ഏകദേശം 200 USD നിങ്ങൾക്ക് പ്രോഫിറ്റാണ്. 200% വരെ ഈസി ആയിട്ട് റിട്ടേൺ ആണ്. അടുത്ത് നമ്മുടെ ഷിബയും 150% മുകളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ CET 100%, 150%. സൊളാന എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് പലർക്കും വന്നിട്ടുണ്ട്. ഇപ്പോഴും പലരുടെ കയ്യിലും സൊളാന അവർ ഹോൾഡ് ചെയ്യുന്നവരുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരുണ്ട്. പക്ഷേ നമുക്ക് അത്ര വലിയ രീതിയിലോട്ട് ക്ലിക്ക് ആവാത്തത് ഏതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ വസീറസ് ടോക്കനാണ്. എന്തുകൊണ്ടാണെന്ന് കേട്ട് കഴിഞ്ഞാൽ വസീറസ് എക്സ്ചേഞ്ചിൻ്റെ അകത്ത് ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഇപ്പോഴും ഡൗൺ എന്ന രീതിയിൽ തന്നെ നമ്മുടെ വസീറസിൻ്റെ ടോക്കൺ നിൽക്കുന്നത്. ആ ഒരു ഇഷ്യൂ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പം വസീറസ് ടോക്കൺ ഏകദേശം ഒരു 0.30 അല്ലെങ്കിൽ 0.40 റേഞ്ചൊക്കെ നിൽക്കേണ്ടതാണ്. അല്ലെങ്കിൽ 0.25 എങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഹോൾഡ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ വസീറസ് എക്സ്ചേഞ്ചുമായി പിന്നെ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാർഡിനോ എന്ന് പറയുന്നത് 0.30 അതുപോലെ തന്നെ 0.35 നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 100% ഹൈ ആയിട്ടുണ്ട്. കുറേ പേർ വീണ്ടും ഹോൾഡ് ചെയ്യുന്നു. പക്ഷേ 10%, 20% കുറേ പേർ സെല്ല് ചെയ്തിട്ടുണ്ട് ലോങ് ടൈമിന് വേണ്ടി. ഷിബയും സെല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷിബ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 1 കോടി ക്വാണ്ടിറ്റി എങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്
അടുത്ത് വെർജ് എന്ന് പറയുന്നത് 0.0030 0.0033 ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞാണ് USD റേഞ്ചിൽ. ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും 0.0080. ഏകദേശം ഒരു 150-200% വരെ പലർക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ് വെർജ്. പക്ഷേ അതിനേക്കാളും നല്ല രീതിയിൽ റിട്ടേൺ നേരത്തെ നമുക്ക് വെർജ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പലർക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് വന്നൊരു പ്രോജക്റ്റാണ് വെർജ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ ട്രോൺ ഏറ്റവും ഹൈ എന്ന രീതിയിൽ 0.20 ടച്ചായി. മുമ്പ് ഞാൻ പല വീഡിയോ പറഞ്ഞാണ് ഡോഗിയും ട്രോണും $1 ഇതേ മാർക്കറ്റ് കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ $1 ടച്ച് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, മാറ്റിക് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡീലിസ്റ്റ് ബൈനാൻസ് എക്സ്ചേഞ്ചിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അതിൻ്റെ പ്രൈസ് കൂടാത്തത്. ഓക്കെ, 0.30 എങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റിക്ക് പോളിഗൺ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബൈനാൻസ് എക്സ്ചേഞ്ചിൽ ഡീലിസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് പ്രൈസ് വലിയ രീതിയിൽ ഹൈ ആയിട്ടില്ല. എങ്കിൽ പോലും 0.4042 അത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ EOS ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ടൈം താല്പര്യമുള്ളവർ മാത്രം ഹോൾഡ് ചെയ്യുക. 0.40 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഏകദേശം കണ്ടോ 0.70 വരെ നമ്മുടെ EOS ഹൈയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് EOS സെല് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ EOS നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി സെല് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ EOS ഒരു 0.90 വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ EOS സെല്ല് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ വെർജ്, കാർഡിനോ, ഷിബ, XRP, CET ഇതൊക്കെ നിങ്ങൾ പലരും സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ സെല്ല് സ്റ്റാർട്ട് ചെയ്യാനേ ഞാൻ പറയൂ. കാരണം നിങ്ങളുടെ കയ്യിലുള്ള മൊത്തം ക്വാണ്ടിറ്റി അല്ല, ഒരു 15 to 20 അല്ലെങ്കിൽ 15 to 25% നിങ്ങൾ വേണമെങ്കിൽ സെല്ല് സ്റ്റാർട്ട് ചെയ്യാം. കാരണം റിസ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് എങ്ങനെ ഇനി ക്രാഷിലോട്ട് പോവുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഡൗണിലോട്ട് പോയിരുന്നാലും മാർക്കറ്റ് ഹൈയിലോട്ട് പോയിരുന്നാലും പ്രോഫിറ്റ് തന്നെയാണ്. കാരണം നമ്മൾ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിൽ നിന്നാണ് എൻ്റർ ആയിട്ടുള്ളത്. അതുകൊണ്ട് പലർക്കും ഇപ്പോഴേ തന്നെ ഏകദേശം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലെല്ലാം പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന എല്ലാം എക്സ്ട്രാ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രോഫിറ്റാണ്. പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റാണ്, സന്തോഷം. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ബാറ്റും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. പക്ഷേ ബാറ്റൊന്നും നമ്മൾ സെല്ല് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ല് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഡോഗിയൊക്കെ നിങ്ങൾ സെല്ല് സ്റ്റാർട്ട് ചെയ്യുക. ബാറ്റ്, സിലിക്ക ഇങ്ങനത്തെ പ്രോജക്റ്റ് ഒന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെല്ല് ചെയ്യേണ്ട സാഹചര്യം ഇല്ല. ഓക്കെ, ഡോട്ട് സെല്ല് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല് ചെയ്യേണ്ട സാഹചര്യമില്ല. ഇനി അത് ഹൈയിലോട്ട് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അയോട്ട കണ്ടോ ഏകദേശം 60% വരെ ഹൈയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഏകദേശം 0.10 പറഞ്ഞതാണ്. ഏകദേശം ടോപ്പ് എന്ന രീതിയിൽ 0.17 70% വരെ ഹൈയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അയോട്ടയൊക്കെ വേണമെങ്കിൽ വീണ്ടും ഹോൾഡ് ചെയ്യാം. കാരണം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതിരിക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് തന്നെ അടുത്ത് ഏകദേശം ഈ ഒരാഴ്ച ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ ഈ വരുന്ന ശനി വരെ ആവാതിരിക്കുകയാണെങ്കിൽ, ഇന്ന് സൺഡേ ആണ്, അടുത്ത ശനി വരെ ആവാതിരിക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും ഗോൾഡിൻ്റെ പ്രൈസും ഒന്ന് ക്രാഷ് ആവാതിരിക്കുകയാണെങ്കിൽ അയോട്ട വീണ്ടും ഇവിടെ നിന്ന് ഹൈയിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഫയൽ ടോക്കണും വീണ്ടും കയറി വരുന്നതായിരിക്കും. ഫയൽ ടോക്കണൊക്കെ വെയിറ്റ് ചെയ്യുക. എതീരിയം ക്ലാസിക് ഏകദേശം കണ്ടോ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് $16 വന്ന ടൈമും $12 ഒക്കെ എതീരിയം ക്ലാസിക് വന്ന ടൈമും ഒക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എതീരിയം ക്ലാസിക് ഒന്നല്ലെങ്കിൽ പകുതിയെങ്കിലും ബൈ ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നമ്മുടെ CSPR ഇന്നലെ എന്തോ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, അത് ഹൈ ആയിട്ടില്ല. പക്ഷേ ഇന്നലെ നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് പമ്പെന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ക്രാഷ് ആവാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ CSPR വീണ്ടും ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗലയും മന ഈ രണ്ട് പ്രോജക്റ്റ് മുമ്പ് ഞാൻ ചേർത്താണ് പറയാറുള്ളത്. ഗലയ മനയൊക്കെ ഹോൾഡ് ചെയ്യുക. കാരണം പ്രോഫിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പ്രോഫിറ്റാണ്. പക്ഷേ അത്ര വലിയ പ്രോഫിറ്റിലോട്ടൊന്നും വന്നിട്ടില്ല. ഏകദേശം 100% ഒക്കെ മിക്കവർക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റാണ്. ഗലയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗല അത്ര വലിയ കുഴപ്പമില്ല, വേണമെങ്കിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പക്ഷേ മൊത്തത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യരുത്. മനയും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു സെൽ ടാർഗറ്റ് മുമ്പുള്ള വീഡിയോസ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മുടെ യുനി ടോക്കണും ഏകദേശം പലർക്കും 100% പ്രോഫിറ്റ് തന്ന പ്രോജക്റ്റാണ്. ഓക്കെ, 100% 80% പലർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറേ പേര് ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മൊത്തത്തിൽ ഹോൾഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ മാർക്കറ്റ് കണ്ടീഷൻ, നിങ്ങളുടെ ഇമോഷൻ എന്താണ്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, അതനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക. ചിലർക്ക് കൂടുതൽ ഹോൾഡ് ചെയ്യാൻ വിശ്വാസമില്ലായിരിക്കും, ചിലർക്ക് കൂടുതൽ എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം, ചിലരുടെ ഫണ്ട് അവർക്ക് പെട്ടെന്ന് അത്യാവശ്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്താണോ, നിങ്ങളുടെ ഒരു സാഹചര്യം എന്താണോ, ഇമോഷൻ അനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക.
അല്ലാതെ എല്ലാവരും ഒരേപോലെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, ഇനി നമ്മുടെ ലൈറ്റ് കോയിൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 98 USD. ലൈറ്റ് കോയിനൊക്കെ ഏകദേശം ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞാണ് 55 USD വന്ന ടൈം, പകുതി വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ലൈറ്റ് കോയിൻ പകുതിയെങ്കിലും ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് കോയിൻ വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 50% വേണമെങ്കിൽ സെല്ല് ചെയ്യാം. ഓക്കെ, പകുതി ലൈറ്റ് കോയിൻ നേരത്തെ 55 USD ബൈ ചെയ്ത് വെച്ചിട്ടുള്ളവർക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും എമൗണ്ട് കുറച്ചാണ് പറയുന്നത്. കാരണം എമൗണ്ട് കുറച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും, സാധാരണ വ്യക്തിക്കും ക്രിപ്റ്റോ ബൈ ചെയ്യാൻ കണക്കാക്കിയിട്ടാണ് പറയുന്നത്. ഫണ്ട് കൂടുതലുള്ളവർ അതനുസരിച്ച് ചെയ്യാൻ വേണ്ടി മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചിലരുടെ കയ്യിൽ 10,000 20,000 USD ഒക്കെ ഉണ്ടായിരിക്കും. ചിലരുടെ കയ്യിൽ മാക്സിമം 1000 USD ഉണ്ടായിരിക്കും. ചിലരുടെ കയ്യിലെന്ന് പറയുന്നത് ഒരു 100 USD മാത്രമേ ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ 100 USD ലെവലിലാണ് ഞാൻ എപ്പോഴും പറയുന്നത്. 100 USD മൊത്തത്തിൽ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എത്രമാത്രം പ്രോഫിറ്റ് എടുക്കാം, നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ലെവലിലാണ് ഞാൻ പറയുന്നത്. ഞാൻ വലിയ എമൗണ്ട് വെച്ചിട്ട് പറയാറില്ല. ഓക്കെ, വലിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ചെറിയ എമൗണ്ട് വെച്ചിട്ടാണ് കൂടുതൽ പേരെടുത്തും ഞാൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് നിങ്ങളൊന്ന് റെഡി ആയതിനു ശേഷം വലിയ എമൗണ്ടിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, ബിഗിനർ ആണെങ്കിൽ. ഇത്ര മാത്രമാണ് മാർക്കറ്റ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം ലെങ്ത് കൂടിപ്പോകും. അടുത്തിനി മെമി പ്രോജക്റ്റിനെ കുറിച്ച് സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോസ് പോയി ചെക്ക് ചെയ്യാം. ഏതൊക്കെയാണ് നല്ല പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അത് ഹൈ ആയിട്ടുണ്ടോ, എത്രമാത്രം പ്രോഫിറ്റ് അതിൽ വന്നിട്ടുണ്ട്, എന്നിട്ട് മറ്റുള്ള ക്രിപ്റ്റോ പറയുന്നവരുടെ വെച്ചിട്ട് എൻ്റെ പ്രോഫിറ്റും തമ്മിൽ കമ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞതിലാണോ പ്രോഫിറ്റ് കൂടുതൽ, അവർ പറയുന്നതിലാണോ പ്രോഫിറ്റ് കൂടുതൽ, റിസ്ക് ഏതിലാണോ കൂടുതൽ, റിവാർഡ് ഏതിലാണോ കൂടുതൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മെമി കോയിനെ കുറിച്ച് സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക.